Hi guys. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അതിലുള്ള ബാക്കിയുള്ള ഇൻട്രൊഡക്ടറി വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അതിലുള്ള ഇൻട്രൊഡക്ടറി പാർട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് 1 ഡയമെൻഷണൽ മോഷൻ, എന്താണ് 2 ഡയമെൻഷണൽ മോഷൻ, എന്താണ് 3 ഡയമെൻഷണൽ മോഷൻ, റെഫറൻസ് പോയിന്റ് എന്താണ്, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്റ്റൻസിനെ കുറിച്ച് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നത് 1 ഡയമെൻഷണൽ മോഷനിലെ ഡിസ്റ്റൻസ് ആണ്. ഇത് 1 ഡയമെൻഷനൽ മോഷൻ ആയതുകൊണ്ട് നമ്മൾ എക്സ് ആക്സിസിൻ്റെ കാര്യം മാത്രം സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു എക്സ് ആക്സിസ് വരച്ച് നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് എക്സ്, ഇത് നമ്മുടെ ഒറിജിൻ ആണ് അല്ലേ, ഒറിജിൻ. ആൻഡ് ഇത് എന്ന് പറയുന്നത് -x. സോ ദിസ് ഇസ് എക്സ് ആക്സിസ്, ദിസ് ഇസ് നെഗറ്റീവ് എക്സ് ആക്സിസ്, ആൻഡ് ഇവിടെ നമ്മുടെ ഒറിജിൻ ഓർ 0 എന്ന് നമുക്ക് പറയാം. സപ്പോസ് നമുക്ക് ഈ ഒറിജിനിൽ നിങ്ങളുടെ വീടായിട്ട് നമുക്ക് സങ്കല്പിക്കാം. നിങ്ങൾ വീട് ഇരിക്കുന്നതിനെ നമ്മൾ ഒറിജിനായിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ ഒറിജിനായിട്ട് എടുത്തു. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ വീട്ടിൽ നിന്നും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട് അല്ലേ. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു 100 മീറ്റേഴ്സ് അവെയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് 100 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടായി. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് അല്ലേ. ഇതൊക്കെ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്, യാതൊരു വളവും തിരിവും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. അതിന് നിങ്ങൾ 100 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് പോയത്. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 100 മീറ്റേഴ്സ് അല്ലേ. കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പാത്ത് ലെങ്ത് അല്ലേ, പാത്ത് ലെങ്ത് കവേർഡ് ബൈ എൻ ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് സംഭവിക്കില്ല, ഡിസ്റ്റൻസ്, നിങ്ങൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടാനും പോകുന്നില്ല, അത് കുറയാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഡിസ്റ്റൻസിൻ്റെ കേസ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ട്രാവൽ ചെയ്യുന്നോ അത്ര കണ്ട് കൂടും, ഒരിക്കലും കൂടിയ ഡിസ്റ്റൻസ് പിന്നെ കുറയില്ല. അപ്പോൾ ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ്, കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ത് ചെയ്യില്ല, കൂടില്ല, പക്ഷേ അത് കുറയത്തുമില്ല. അപ്പം കൂടുകയില്ല, കുറയേയില്ല. പക്ഷേ നിങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വീണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഡിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് അല്ലേ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് തന്നെ വന്നു അല്ലേ. ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അപ്പം ആ കേസിൽ നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം നിങ്ങളുടെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ വീടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയപ്പം 100 മീറ്റർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. തിരിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പം എത്ര ഡിസ്റ്റൻസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും? 200 മീറ്റേഴ്സ് അല്ലേ. 200 മീറ്റർ കവർ ചെയ്തു. കാരണം അങ്ങോട്ട് പോകാൻ 100, തിരിച്ച് വരാൻ 100, അപ്പോൾ ടോട്ടൽ 200 മീറ്റേഴ്സ് കവർ ചെയ്തു. ഇനി നിങ്ങൾ വീട്ടിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ 200 മീറ്റേഴ്സിൽ നിന്ന് എന്ത് വരില്ല, അതിൽ നിന്ന് കുറയില്ല. ഇനി നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ബാക്കോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പലചരക്ക് കടയാണിത് ഓക്കെ, പലചരക്ക് കട. അപ്പം പലചരക്ക് കടയിലോട്ട് നിങ്ങൾ 50 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് എത്തുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിട്ടുണ്ടാവും? ഡിസ്റ്റൻസ് ഇപ്പം 250 മീറ്റേഴ്സ് ആയിട്ടുണ്ടാവും അല്ലേ. കാരണം ടോട്ടൽ നമ്മൾ എപ്പോഴും സമ്മപ്പേ ചെയ്യുള്ളൂ, ഒരിക്കലും അതെന്ത് ചെയ്യില്ല, കുറയില്ല. അപ്പം ഇത് നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ടാണ് നിങ്ങൾ സഞ്ചരിച്ചത് അല്ലേ. നേരത്തെ നിങ്ങൾ സഞ്ചരിച്ചത് പോസിറ്റീവ് എക്സ് ആക്സിസിലോട്ടാണ്, ഇപ്പം നിങ്ങൾ സഞ്ചരിക്കുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ടാണ്. പക്ഷേ അതൊന്നും ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ നെഗറ്റീവ് ഡയറക്ഷനിൽ സഞ്ചരിച്ചാലും നിങ്ങൾ പോസിറ്റീവ് ഡയറക്ഷനിൽ സഞ്ചരിച്ചാലും എന്താണെങ്കിലും ഡിസ്റ്റൻസ് എപ്പോഴും ഏഡായി വരത്തേ ഉള്ളൂ, ഒരിക്കലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ത് ചെയ്യില്ല, കുറഞ്ഞു വരില്ല. അപ്പം അതാണ് ഡിസ്റ്റൻസ്. അപ്പം ഡിസ്റ്റൻസ് നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഡിസ്റ്റൻസ് ഡയറക്ഷൻ അനുസരിച്ച് യാതൊരു മാറ്റവും വരില്ല. ഇത് എക്സ് ആക്സിസ് ആണ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. നിങ്ങൾ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോയപ്പോഴും നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ട് പോയപ്പോഴും ഡിസ്റ്റൻസിൻ്റെ കേസിൽ നമുക്ക് യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എത്ര കണ്ട് കവർ ചെയ്യുന്നോ ഡിസ്റ്റൻസ്, അത്രത്തോളം നിങ്ങളുടെ ഡിസ്റ്റൻസ് കൂടും. എത്രത്തോളം പാത്ത് ലെങ്ത് കവർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ഡിസ്റ്റൻസ് കൂടും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയേണ്ടി വരും, ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താണ്, ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താണ് ഈ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷൻ ലെസ് ക്വാണ്ടിറ്റി, അതായത് ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റി നമ്മൾ എന്ത് പറയും, സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ അങ്ങനെയുള്ള സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എന്ത് മാത്രമേ കാണുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണുള്ളൂ. എന്ത് കാണില്ല, ഡയറക്ഷൻ കാണില്ല. എന്താണ് മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ ഈ കേസിൽ 100 എന്ന് പറയുന്നത് എന്താണ്, മാഗ്നിറ്റ്യൂഡാണ്. ഇത് മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ ഇതേപോലെ ഇവിടെയും 50 എന്ന് പറയുന്നത് എന്താണ്, മാഗ്നിറ്റ്യൂഡാണ്. 250 എന്ന് പറയുന്നത് എന്താണ്, മാഗ്നിറ്റ്യൂഡാണ്. അപ്പം സ്കേലാർ ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും,
അടുത്ത പോയിന്റ് നമുക്ക് ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ്. എന്താണ് ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് തന്നെയാണ് അല്ലേ, ലെങ്ത് തന്നെയാണ് ലെങ്ത്. സോ അതിൻ്റെ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് തന്നെയാണ് ഇതിൻ്റെയും. എന്താണത്? ഇറ്റ് ഈസ് മീറ്റർ അല്ലേ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ? ലെങ്ത്തിൻ്റെ അതേ ഡയമെൻഷനാണ് അല്ലേ, ലെങ്ത്തിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് ഡിസ്റ്റൻസിൻ്റെതും. സോ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഇറ്റ് ഈസ് അല്ലേ L⁻1. L⁻1നെ നമുക്ക് എന്ത് എഴുതാം? L ആയിട്ടും എഴുതാം. L⁻1 എന്ന് പറയുന്നതും L എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്? വൺസ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, വൺസ് നമ്മളെ മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കുറയില്ല. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ കാണിക്കില്ല. അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഇടുന്നുണ്ട്. അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ സമയത്ത് പഠിക്കേണ്ട കാര്യമായത് കാരണം നിങ്ങൾ ഇതിന് ശേഷം അത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തേക്ക് ബൈ.